ഹലോ കൂട്ടുകാരെ, ഇതുണ്ട് റെഡ് കളർ റോസപ്പൂ തന്നെ, നല്ല ചുവപ്പ് കളർ റോസപ്പൂ. എത്ര ഭംഗിയാന്ന് നോക്ക്. ഇത് കാശ്മീരി റോസ കേട്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ റെഡ് കളർ റോസപ്പൂ തന്നെ കാണാവേ. ഇത് മഞ്ഞ കളറ്. ഇത് നാടൻ റോസ്. ഇങ്ങനെ പല റെഡ് കളർ റോസ് ഉണ്ട്, പല സൈസ്. എടാ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. കാശ്മീരി റോസ് എൻ്റെ പോയതായിരുന്നു, പിന്നെ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗി. ഒക്കെ എത്ര കളറാണ്. ഇത് മഞ്ഞ കളറേ, ചുവപ്പ് കളറിന് മഞ്ഞ കളർ. ഇത് കണ്ടോ, ഇത് പിന്നെ നല്ല കളറല്ലേ. ഇത് നാടൻ റോസ്, അത് സിൽക്ക് റോസ് എന്നൊക്കെ ഞങ്ങൾ പറയും. ധാരാളം ഇതളുകളുണ്ട്. ഇത് വെള്ളപ്പൊട്ട് പോലെ കണ്ടോ ഈ റോസപ്പൂവിലൊക്കെ കണ്ടോ. കാശ്മീർ റോസിൻ്റെ പ്രത്യേകത അതിന് മുള്ളില്ലേ. കുറേ ദിവസത്തോടെ നാടൻ റോസ് നിൽക്കുന്നതിനേക്കാളും കുറേ ദിവസത്തോടെ കാശ്മീർ റോസ് നിൽക്കും, കൊഴിഞ്ഞു പോകാതെ, ഇതളുകൾ പൊഴിഞ്ഞു പോകാതെ. ഇത് വെള്ള റോസ് എടുക്കണ്ടേ. ഈ നാടൻ റോസിന് കണ്ടോ നല്ല കളറല്ലേ. പിന്നെ പട്ട് റോസ് എന്ന് ഞങ്ങൾ പറയും. നല്ല വെയിൽ വേണം, വെയിലുള്ളിടത്ത് നടണം. വെയിലല്ല ഞാൻ ഇവിടെ കയറ്റി വിട്ടേക്കുന്നു. വെള്ള റോസും ഉണ്ട്. വെള്ള റോസില്ലേ പെട്ടെന്ന് വേര് പിടിക്കും, നല്ലപോലെ ഉണ്ടാകും പെട്ടെന്ന്. ധാരാളം പൂക്കൾ തരും വെള്ള റോസ്. നമ്മളിവിടെ ചായപ്പൊടി, ഏത്തക്കാത്തൊലി ഒക്കെ ഉണങ്ങി പൊടിച്ച് അത് ഇട്ട് കൊടുത്താൽ മതി. വെള്ള റോസ് എല്ലാം ഞാൻ അടുപ്പിച്ചടുപ്പിച്ച നട്ടേക്കുന്ന. റെഡ് കളറും റോസും എല്ലാടേ. ഇത് ക്രീപ്പർ റോസ്, വെള്ള റോസ്. റെഡ് കളർ റോസും റോസ് കളർ റോസും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനല്ലേ കൂട്ടുകാരെ. ഇത് പൂ വാടിക്കഴിയുമ്പോഴേ എല്ലാം കട്ട് ചെയ്ത് കളയണം, അപ്പോൾ വേറെ തളിരുവന്ന് ധാരാളം മൊട്ടുകൾ വരും കേട്ടോ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.